ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇനി പറയാൻ പോകുന്നതായിരിക്കും. ഒന്ന് സജ്ന നൂറ് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. മറ്റേ ഒരു 17 വയസ്സുള്ള കുട്ടിയുടെ വോയിസ് പുറത്തു വിടരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ദിയാസന വന്നത്, ദിയാസന കൗണ്ടറുകളായിട്ട് വന്നത്. പിന്നെ ദിയാസനയുടെ ഫേക്ക് ഡോക്യുമെൻറ്റ്സ്. പിന്നെ അതിന് ദിയാസനയ്ക്ക് അനുകൂലമായിട്ട് ചില ദിയാസനയുടെ കൂട്ടുകാരായ യൂട്യൂബേഴ്സുകാർ വന്നിട്ട് പറയുന്നത്. അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം പറയാനുള്ളത്, ദിയാസനയുടെ കാര്യം വളരെ കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് ദിയാസനയുടെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് ദിയാസനയുടെ ഒരു ഒരു വൃദ്ധസദനത്തിലോ അങ്ങനെ എന്തോ പോയിട്ട് ഒരു ഡോക്യുമെൻ്റ് കാണിച്ചു. പക്ക ഫ്രോഡ് സാധനമാണത്. അത് കാണുന്ന ആരൊക്കെ അറിയാം അത് പക്കാ ഫ്രോഡാണെന്നുള്ളത്. അപ്പം അത് എന്തിന് കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദിയാസനയ്ക്ക് ടെസ്റ്റ് എടുക്കാൻ വയ്യ. അതായത് ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് എടുക്കാൻ ദിയാസനയ്ക്ക് പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ദിയാസന ഒരുപാട് ഒഴിവ് കിഴിവുകൾ പറയുന്നുണ്ട്. അതിൽ ഒരു ഒഴിവ് കിഴിവാണിത്. കാരണം ഈ നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ടെസ്റ്റ് ചെയ്ത് അവർ ഉപയോഗിച്ചോ ഇല്ലെന്നാണ് മാത്രമല്ല അറിയാൻ പറ്റുന്നത്. ഇവരെത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നുണ്ട്, ആ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇവർ ഒരു സ്ഥിരം ഉപയോക്താവാണോ, ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയും. അത് മാത്രമല്ല, ഈ ഡേറ്റാബേസ് വേറെ ആൾക്കാർ, അതായത് വേറെ ഏജൻസിയൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും സംഭവം വരാത്ത പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ എയർപോർട്ടിലൊക്കെ പോകാൻ നേരത്തൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ. പിന്നെ സാമൂഹ്യ പ്രവർത്തക അങ്ങനെയൊക്കെ ഉള്ള ടാഗ് ലൈനൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും. കാരണം ആൾക്കാർ ഊക്കും, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ സാമൂഹ്യ പ്രവർത്തകരുടെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിയാസനയ്ക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിവാക്കണം. ദിയാസനയ്ക്ക് താല്പര്യമില്ലായിരിക്കും ചിലപ്പോൾ. ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അതിപ്പം സജ്ജനയാണെങ്കിലും അങ്ങനെ തന്നെ. സജ്ജന ഞാൻ ടെസ്റ്റ് എടുക്കുന്നു, എല്ലാവരും ടെസ്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ദിയാസനയ്ക്ക് എന്തായാലും താല്പര്യമില്ല. ഇനിയെങ്കിലും സജ്ജന ദിയാസന നീ പോയി ടെസ്റ്റ് എടുക്കുന്നു പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചിലപ്പോൾ ദിയാസന അന്നത്തെ ദിവസം, അതായത് ഈ 15-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഈ വൃദ്ധസദനത്തിൽ പോയി കാണും. പക്ഷെ അവിടെ എഴുതിയിട്ടില്ല. അത് പിന്നെ എഴുതി ചേർത്തതാണത്. അത് കാണുന്ന ആർക്കും മനസ്സിലാവും അത്. പിന്നെ നമ്മളെ സായി അവരെ വിളിച്ചു ചോദിച്ചു, ചേച്ചി എനിക്ക് സംശയമുണ്ടായിരുന്നു, ചേച്ചി അതായത് ദിയാസന അയ്യോ അല്ല നീയാ, അങ്ങനെയല്ല. അതും കുഴപ്പമില്ല. എനിക്ക് സായി അങ്ങനെ ഒരു ഒരു എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചിലപ്പം പുള്ളി അത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ, അപ്പം അവന് ഇതുവരെ അവർ പറയുന്ന ഉടായ്പ് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് കൂടെ നിൽക്കട്ടെ, അതിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഫ്രണ്ട്സിനെ കൈവിടണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കട്ടെ. പിന്നെ അവസാനം ഇതണക്ക് കലങ്ങി തിരിഞ്ഞു കൊത്താൻ നേരത്തോ അല്ലെങ്കിൽ മറ്റേ പടുകുഴിയിലോട്ട് വീഴാൻ നേരത്ത് പുള്ളിക്കാരന് തിരിച്ചു പറയും. അതുവരെ ഇങ്ങനെ പോകും. അപ്പോൾ എന്തായാലും ടെസ്റ്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ടെസ്റ്റ് എടുക്കണ്ട, ഞാനും പറയുന്ന ടെസ്റ്റ് എടുക്കണ്ട എന്ന് തന്നെയാണ്. ദിയാസനയെടുത്ത് ഞാൻ പറയുന്ന ടെസ്റ്റ് എടുക്കണ്ട എന്ന് തന്നെയാണ്. കാരണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കടക്കും അത്. അതുകൊണ്ട് എടുക്കണ്ട എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും, ഈ അനാവശ്യ ടെസ്റ്റുകളൊന്നും എടുക്കരുത്. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മളെ സ്വയം കുഴി കുഴിച്ച് അതിൻ്റെ അടുത്ത് ചാടുന്നത്? അതുകൊണ്ട് എടുക്കരുത്. പിന്നെ അടുത്തത് നമ്മുടെ സജ്ന ഫിറോസ് അല്ല, സജ്ന നൂർ. ബന്ധം ഒഴിഞ്ഞിട്ടില്ലെങ്കിലും പേര് മാറ്റിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സജ്ന നൂർ പ്രത്യേക ഒരു യൂണിവേഴ്സാണ് ഇവരുടെ. പ്രത്യേക യൂണിവേഴ്സ് ഇന്നലെ ആ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടാണ്. സജ്ന നൂർ വന്ന് ഇട്ട വീഡിയോ എല്ലാവരും കണ്ടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനകത്ത് വെക്കുന്നില്ല.
അവർ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ട, അത്രേ ഉള്ളൂ. അതായത് സജിന പറയുന്നത്, നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ, ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയുടെ വോയിസ് സജിന റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സജിന വന്നിട്ട് ഇന്നലെ പറയുന്നു, നിങ്ങൾ ഇനി ആരും ആ വോയിസ് ഉപയോഗിക്കരുത്. ഞാൻ ഉപയോഗിച്ചില്ല, എന്തായാലും ഞാൻ ഉപയോഗിക്കുന്നുമില്ല, കാരണം നമുക്ക് എൻ്റെ ആവശ്യമില്ല. ഓക്കെ, കാര്യം പറയാനായിട്ട് അതിൻ്റെ വോയിസിൻ്റെ വേണമെന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു വോയിസിൽ കേൾപ്പിക്കുന്നത് സജിന ബലമായിട്ട് ആ കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കണമല്ല. അതായത് സജിന ഇതൊരു ആ കൊച്ചിനെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. സജിനയുടെ ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ആ വോയിസ് റെക്കോർഡ് ചെയ്ത് എടുത്തേക്കുന്നതും ആ പെൺകുട്ടിയെ കൊണ്ട് പലതും പറയിപ്പിക്കുന്നത്. നടന്ന സംഭവങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ ഫോഴ്സ്ഫുള്ളി പറയിപ്പിക്കുകയാണ് പലതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നിട്ടില്ല എന്നല്ല, ഫോഴ്സ്ഫുള്ളി എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് പറയാൻ താല്പര്യമില്ല, പക്ഷെ പറയിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതേ കണക്കാണ് ആ വോയിസ് ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യം ഇടുന്നു, ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിനെ പിടിച്ച് സത്യം ഇടും. എന്തിടീ കാണിക്കുന്ന നിറച്ച് മറ്റേ പോക്കർത്തര സാധനങ്ങളാണ്. പക്ഷെ ഫുള്ള് അള്ളാഹു ഫുള്ള് വിളിയുണ്ട്. എന്തിനാണ് എന്തോത് ഈ പോക്കത്തരം മൊത്തം കാണിക്കുന്നതിന് പുള്ളി ഊട്ടിക്കും എന്നുള്ള രീതിയിലാണ് എന്തോ. അപ്പൊ എന്തായാലും നല്ല വിളിയുണ്ട്. എന്തായാലും പുള്ളി ഒന്നും കേൾക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പണി ഇഷ്ടം പോലെ വരുന്നുണ്ട് സജിനയ്ക്ക്. അപ്പോൾ അടുത്ത സജിന പറയുന്നത്, നിങ്ങൾ ഇനി മുതൽ ആ വോയിസ് ഉപയോഗിക്കരുത്, ഇനി ഉപയോഗിക്കുകയും ചെയ്യരുത്, നിങ്ങൾ ഇട്ടവരെല്ലാവരും ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നിയമവശം അങ്ങനെയാണ് എന്ന് സജിനെ പഠിപ്പിക്കുകയാണ് ബാക്കിയുള്ളവരെ. സജിനയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സജിന ഈ വോയിസ് റെക്കോർഡ് ചെയ്തത് സജിന, പുറത്തു കൊടുത്തത് സജിന, ഷെയർ ആക്കി കൊടുത്തത് സജിന. എന്നെ അതിനകത്ത് പറയുന്നത്, ഞാൻ 2 ചാനലുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ തെറ്റാണ്. റെക്കോർഡാക്കിയത് ആദ്യത്തെ തെറ്റ്, പിന്നെ മറ്റത് വീണ്ടും അടുത്ത തെറ്റ്. അങ്ങനെ തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പോക്സോ കേസാണ്. പോക്സോ കേസിൻ്റെ അകത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് വേറൊരു സാധനം പറയാനുള്ളത്, ഇതിൻ്റെ മുന്നേ ഒരു വോയിസ് പുറത്തു വന്നല്ല. അതായത് ഫിറോസ് സജിനയും തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ സജിന ഫിറോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ വോയിസ് ദിയ സനയുടെയിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ ചങ്കും കരളും കുടലും ഒക്കെ അനുസരിച്ച് ഈ വോയിസ് എന്തായാലും ദിയ സനയുടെ കയ്യിലും ഉണ്ട് എന്ന് ഇന്നലെ മറ്റേ സജിന പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, മുന്നേ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, ഈ വോയിസ് ദിയ സനയാണ് പുറത്തു കൊടുത്തതെന്ന് പറയുന്നു സജിന ഇന്നലെ പറയുന്നത്. പക്ഷെ ആ ദിയ സനയാണ് പുറത്തു കൊടുത്തു എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പുറത്തു കൊടുത്തത് സജിന തന്നെയാണ്. ഓക്കെ, കാരണം സജിന ഓൾറെഡി 2 ചാനലിന് കൊടുത്തിട്ടുണ്ട്, വേറെ പലർക്കും സജിന അയച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ദിയ സന എന്തായാലും യൂട്യൂബ് ചാനലിലേക്കൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോഴും. പക്ഷേ ദിയ സനയ്ക്ക് ഈ ഒരു വോയിസ് കിട്ടിയതിന് ശേഷം സാമൂഹ്യ പ്രവർത്തക, കോപ്പാണ്, മലരാണെന്നൊക്കെ പറയുന്ന ദിയ സന എന്ന് പറഞ്ഞ ഒരാള്, ഒരു പെൺകുട്ടിക്ക് ഇതേ കണക്ക് അനുഭവം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഫിറോസ് എന്നുള്ള ഒരാളാണ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പോലും ദിയ സനയ്ക്കും അനങ്ങണ്ട. ദിയ സനയ്ക്കും കേസ് പോലീസിലൊരു പരാതി പോലും ചെന്ന് പറയാനുള്ള ഒരു സാധനം ഉണ്ടായിട്ടില്ല. അപ്പോ എന്ത് സാമൂഹ്യ പ്രവർത്തകയാണ്, എന്ത് കോപ്പിൽ എന്താണ് സ്ത്രീകളുടെ എന്തോ തേങ്ങയൊക്കെയാണെന്ന് പറഞ്ഞാണ് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരുത്തൻ പീഡിപ്പിച്ചേക്കാണ്. അതും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ള വോയിസ് ക്ലിപ്പ് കയ്യിലിരിക്കുന്ന ടീംസാണ് ഇവരെല്ലാം. എന്നിട്ട് സാമൂഹ്യ പ്രവർത്തകൻ കോപ്പാണ്, തേങ്ങയാണെന്ന് പറയുന്ന ഇവര് എന്ത് ചെയ്ത്? ഒരു മാങ്ങാത്തൊലിയും ചെയ്തിട്ടില്ല. ഇവരൊന്നൊരു കോപ്പുമല്ല, അതാണ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ അടുത്ത സജിന വീണ്ടും പറയുന്നുണ്ട്, അടുത്ത ഞാൻ
ഇനി ഇത് എന്താണ്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇത് പുറത്തു പറയാം. സജിന് എന്ത് കേസാണ് കൊടുത്തത്? സജിനെ കൊടുത്തേക്കുന്ന കേസ് സജിനെയും പൂക്കുറ്റിയും കൂടെ ചേർന്ന് ദിയ സനയ്ക്കെതിരെ കേസ് കൊടുത്തു. അല്ലെങ്കിൽ വേറെ കുറെ പേർക്ക് ആർക്കൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഫിറോസിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. ഇതാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ആരാണ് ഇതേ കണക്കൊരു 17 വയസ്സുള്ള പെൺകുട്ടിയെ യവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോയി കേസ് കൊടുത്തേക്കുന്നത്? ഇതിലാരാണ്? ആരും കൊടുത്തിട്ടില്ല. കേസ് കൊടുക്കണ്ട, നിങ്ങൾ പോയി പരാതി പറഞ്ഞാൽ മതിയല്ലോ. അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. കേസ് എടുക്കുന്ന പോലീസ് എടുത്തോളൂ ഇപ്പോഴേ. എങ്കിൽ ആ ഫിറോസ് ഇപ്പം അകത്തും പോയത്. ഇതൊന്നുമില്ല. ഇതേ ഫിറോസ് ഇതൊരു കൺഫേസ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, അല്ല വീഡിയോ അല്ല, വോയിസ് ഉണ്ട്. നീ അത് പുറത്തു വിടരുത്, അങ്ങനെ പുറത്തു വിട്ട ഒരു ഊമക്കത്താണ്, മാങ്ങയാണ്, തേങ്ങയാണ്, ചക്കയാണെന്നൊക്കെ പറഞ്ഞ് സജിനെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഈ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ നടന്നിട്ടുണ്ട്. ഈ വോയിസ് സജിനെ ആ പെൺകുട്ടിയുടെ റെക്കോർഡ് ചെയ്ത് ഇവർക്കെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. ദിയ സന ഉൾപ്പെടെ ഉള്ളവർക്ക് കേട്ടിട്ടുണ്ട്. ദിയ സന ഉൾപ്പെടെ ഉള്ളവർ കേട്ടിട്ട് എന്തുകൊണ്ട് അവർ മിണ്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ ഫിറോസ് ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ളതാണ്. കാരണം ഇവരുടെ ഒരു കൂട്ടം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ബിഗ് ബോസ് എന്നുള്ള കൂട്ടം എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു ബിഗ് ബോസ് കൂട്ടം ഉണ്ട്. അതിൻ്റെ അത് കുറേ പേരുണ്ട്. ആ അതിൽ ഉൾപ്പെട്ട എല്ലാവരും തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിൻ്റെ അകത്തും ഉള്ളത്. ഇപ്പോഴും ഈ യൂണിവേഴ്സിൻ്റെ അകത്തുള്ള മറ്റേ മരുന്നടിയിലും ഈ യൂണിവേഴ്സിൻ്റെ അകത്തുള്ള കുന്തത്തിലും എല്ലാം ഇതേ ടീംസ് തന്നെയാണ് ഉള്ളത്. അപ്പം എന്തു പറ്റി? സ്വന്തം അംഗമാണ് ഫിറോസ്. അപ്പം ആ സ്വന്തം അംഗത്തിനെ എന്താ നമ്മൾ വിജയിപ്പിക്കണമല്ലേ? അതുകൊണ്ടാണ് മറ്റേ ഇതാണൊക്കെ രക്ഷിച്ചെടുത്തത്. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പം ഫിറോസിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പം നമ്മൾ മറ്റേ ഇതേണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നത്. അതായത് കേസ് കൊടുക്കാതെയും പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കാതെയൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ടായിരിക്കും. അതിനെ ചാൻസ് ഉള്ളു, അല്ല വേറെ ചാൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഉടായിപ്പും മറ്റേ ഈ യൂണിവേഴ്സിൻ്റെ അകത്ത് പിന്നെ പുതുതായിട്ട് വന്നേക്കുന്ന എന്താ സ്വർണ്ണക്കടത്തുണ്ട്. പിന്നെ പുതിയ 2 ചേച്ചിമാർ ആഡായിട്ടുണ്ട്. റോസ്ലിന, പിന്നെ ആൻമേരി, അങ്ങനെ കുറേ പേരൊക്കെ ആഡൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അങ്ങനെ ഈ യൂണിവേഴ്സിൻ്റെ അകത്ത് ഓരോരുത്തർക്ക് കഥകളെന്ന് വെച്ച്, നീ 5 പേരെ പീഡിപ്പിച്ച കാണിക്കും, നീ 5 പേരെ തേച്ചില്ലേടി എന്ന് സച്ചിനെ ചോദിക്കുന്നു. നീ 5 പേരെ തേച്ചില്ലേടി? നീ 5 പേരെ തേച്ച് നീ അവൻ്റെ നിന്ന് പൈസ മേടി, നീ 40,000 മുക്കി, നീ 50,000 മുക്കി, 60,000 മുക്കി എന്നൊക്കെ പറയുന്നു സജിന. എന്നിട്ട് പറയുന്നത് സജിന എന്ന് പറയുന്ന സജിന പറയുന്നത് ഡയലോഗ് എന്ന് വെച്ച്, ഞാനൊരു പാവമാണ്, ഞാനൊരു സത്യസന്ധതയായ എന്തൊക്കെയാ മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ യൂണിവേഴ്സിൽ എന്താണെന്തോ ഈ സത്യസന്ധത എന്ന് പറയുന്നത്? ഇവരുടെ യൂണിവേഴ്സിൽ എന്താണെന്തോ ഈ മാന്യത എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? എന്താണ്? കാരണം ഏറ്റവും കുറച്ച് ആൾക്കാരെ തേച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള അങ്ങനെയുള്ളവരായിരിക്കും ഏറ്റവും മാന്യമായിട്ടുള്ള ആള്. അതായിരിക്കും അവരുടെ ഇതിൻ്റെ അകത്ത് യൂണിവേഴ്സിലെ തിയറി, അല്ലെങ്കിൽ അതായിരിക്കും അവരുടെ തുടർന്നു പോണ എന്താണ് പറയുന്ന ഒരു രീതി. അതായിരിക്കും, അല്ലാതെ വേറൊന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ. കാരണം ഇവരെ യൂണിവേഴ്സിൻ്റെ അകത്ത് നിറച്ച് ഉടായ്പും പറ്റിപ്പും മരുന്നടിയും പിന്നെ ഉള്ള സാധനങ്ങൾ മാത്രമല്ല. ഇതിൻ്റെ മുന്നേ സജിന ഫിറോസിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കൊരു ഇതുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ഉമ്മ വെച്ച്, ഫ്രഞ്ച് കിസ് എന്നാണ് സജിന പറഞ്ഞത്, പക്ഷെ കയ്യിലെ ഉമ്മ വെച്ചോളം എന്നാണ്, ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു, അല്ലെന്ന് കയ്യിൽ ഉമ്മ വെച്ചോ അങ്ങനെ എന്തോ ആണ് ആ പെൺകുട്ടി പറഞ്ഞത്. അന്ന് അവര് പറയുന്നുണ്ട്, അന്ന് ഇവിടെ എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവർ മറ്റേ ഈ ലഹരിയെല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. സജിന വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ കഞ്ചാവൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾ മയക്കുമരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത്. ആ പിള്ളേർ പറഞ്ഞത് വെച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെ സാധനങ്ങളാണ് വലിച്ചു കയറ്റിയിട്ടുള്ളത്. അപ്പം നിങ്ങളിത് ഉപയോഗിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് വേറെ എവിടെയും പോയി പറഞ്ഞാൽ മതി. ഈ നിങ്ങളെ യൂണിവേഴ്സിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ പ്രത്യേക യൂണിവേഴ്സിലാണല്ലോ, ആ യൂണിവേഴ്സ് തന്നെ പറഞ്ഞാൽ മതി. അപ്പം അങ്ങനത്തെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് പറയാനുള്ള
ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഈ പറയുന്ന പെൺകുട്ടി, അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ആ വോയിസ് ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഉണ്ട്. ഇപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കറങ്ങുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇവിടുത്തെ നിയമ സംവിധാനമൊന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സ്വമേധയാ കേസ് എടുക്കാം. കാരണം ഇവരങ്ങോട്ടിരുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേ, അവരെ വിളിച്ചിട്ടേ ഇത് ഇങ്ങനെയാണെന്ന് ചോദിക്കാനുള്ള ഇതില്ല. അല്ലെങ്കിൽ വക്കീലന്മാരുണ്ട് ഇവിടെ. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി കഴിഞ്ഞാൽ വക്കീലന്മാരുടെ വക്കീലന്മാരങ്ങ് ഇറങ്ങി കിടക്കുകയാണ്. പക്ഷെ ഇതേ കണക്കുള്ള സംഭവത്തിൽ ഇതേ കണക്കൊരു സാധനം വന്നിട്ടുണ്ട്, ഞാനൊരു കേസ് കൊടുക്കാം, സ്വന്തമായിട്ട് അവർക്കും കേസ് കൊടുക്കാൻ വേണമെങ്കിൽ, ഞങ്ങൾ ഇതിങ്ങനെ സാധനം കേൾക്കുന്നുണ്ട്, ഇതാണ് അവിടെ ചെന്ന് പോലീസിന് കൊടുത്തില്ല, അതും പറ്റില്ല. അയ്യോ, അതൊന്നും പറ്റൂല. നമുക്ക് മറ്റേ അതിൻ്റെ അകത്ത് കിടന്നിട്ട് കൊണന്ന് അടിക്കാനും മാത്രമേ പറ്റത്തുള്ളൂ. അതിൻ്റെ വക്കീലന്മാരൊക്കെ ആകുമ്പോഴത്തേക്ക് എളുപ്പം അവർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള അറിയാം. സാമൂഹ്യ പ്രവർത്തകന്മാർക്ക് അതിൻ്റെയും കാര്യം നല്ലവണ്ണം അറിയാം. അപ്പോൾ അതൊന്നും പറ്റുന്നില്ല. എല്ലാവരും എനിക്ക് സമയമില്ല, ഓൾറെഡി കുറേ കേസുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കൊണ്ടു കൊടുത്തേ, ഇതിൻ്റെ ബാക്ക് കിടക്കാൻ സമയമില്ലടേ. പിന്നെ വക്കീലന്മാരൊക്കെ ആകുമ്പോഴത്തേക്ക് സമയം കിട്ടും. പിന്നെ പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തക എന്ന് പറയുന്ന, അല്ലെന്ന് സ്ത്രീകൾക്ക് വേണ്ടി എന്തോ മലമറിക്കുന്ന അവർക്കൊക്കെ ഇതൊക്കെയാണ് നിങ്ങളെ പണി. നിങ്ങൾ ആ പണി ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ ആ പണി നിങ്ങൾ അപ്പടി രക്ഷിക്കാൻ നോക്കിയാണ്. അപ്പോൾ ദിയാസന എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ ഈ വോയിസ് ക്ലിപ്പ് നേരത്തെ തന്നെ ഉണ്ട്. അത് സജനയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്നായിരിക്കും റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എന്താ സാധനമാണെങ്കിലും നിങ്ങളത് നേരത്തെ ഉണ്ടത്. നിങ്ങൾ ഇത് മറച്ചു വെച്ച് സാമൂഹ്യ പ്രവർത്തകയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ചക്കയാണെന്നൊക്കെ പറയുന്ന നിങ്ങളത് പൂഴ്ത്തി. എന്തിനു വേണ്ടി പൂഴ്ത്തി എത്രയേ ഉള്ളൂ, നിങ്ങളെ ഫിറോസിനെ രക്ഷിക്കുക. ഇത് പിന്നെ നിങ്ങളെ ഇപ്പൊ ഈ കിടന്ന് അടികൂടുന്ന എന്തിനാണ്? പണം. പൂക്കുറ്റിയ പിഴിഞ്ഞ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ അടികൂടൽ. അത് നിങ്ങളെ വോയിസ് ആദ്യം മുതൽ കേൾക്കുന്നത്, അതായത് നിങ്ങളെ ഈ യൂണിവേഴ്സിൻ്റെ അകത്തോട്ട് എത്തിപ്പെട്ട വോയിസുകളുണ്ടല്ലേ, ഈ യൂണിവേഴ്സിൻ്റെ അകത്ത് നിന്ന് ലീക്കായ വോയിസുകൾ, ഈ വോയിസ് ഒക്കെ ആദ്യം മുതലേ ഒന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ മനസ്സിലാവും നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്ന മൊത്തം പണത്തിന് വേണ്ടിയിട്ടാണ്. പണത്തിൻ്റെ സമയത്ത് നിങ്ങൾ തെറ്റി. നിങ്ങളെല്ലാം ജഗട അടിച്ചെന്തിനാണ്? പണം നിങ്ങൾക്ക് മറ്റേ കറക്റ്റ് വിഹിതം കിട്ടാത്ത കാരണമുള്ള അടിയായിരുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. നീ അവിടെ പണം തന്നു, നീ അവിടെ കൊടുത്തപ്പോൾ അവക്ക് കൊടുത്തപ്പോൾ എനിക്ക് അത് കുറഞ്ഞു പോയി, അല്ല എനിക്ക് ഇനി കൂടുതൽ കിട്ടണം, അത് നിങ്ങൾക്ക് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെല്ലാം അടിച്ച് പിരിഞ്ഞും ജഗട മറ്റേ ഹോഗയ. അതാണ് നടന്ന സംഭവം. എന്നിട്ട് ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അകത്ത് നടന്ന നിങ്ങൾ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഓരോരുത്തരുടെ മണ്ടയിൽ മാത്രം ഇട്ട് നിങ്ങൾ പുറത്തേക്ക് വിടുന്നു. അതാണ് ഇപ്പം നടക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് ചെയ്ത എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഓരോരുത്തരുടെ വരുന്നത്, ഇതിത്ര നീ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഇതിൻ്റെ അകത്തോട്ട് നല്ലോണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം എണ്ണം നല്ല 1-ാം നമ്പർ ഫ്രോഡാണെന്നുള്ളത് മനസ്സിലാവും. അടിമുടി നിങ്ങൾ ഫ്രോഡുകളാണെന്നുള്ളത്. അതിനകത്ത് നല്ലതെന്ന് പറഞ്ഞ ആരുമില്ല. നിങ്ങളെ യൂണിവേഴ്സ് നല്ലതെന്ന് പറഞ്ഞ ആരുമില്ല. അതിപ്പോൾ പൂക്കുറ്റി ഉൾപ്പെടെ അത് തന്നെ. പിന്നെ അതിൻ്റെ അകത്ത് വന്ന് പെട്ട കുറേ എണ്ണത്തിന് നിങ്ങൾ നല്ലതായിട്ട് ഊറ്റി. അതായത് നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ പ്രത്യേകത, ഈ യൂണിവേഴ്സിൻ്റെ യഥാർത്ഥ യൂണിവേഴ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ, ഓക്കെ, ഈ ആൾക്കാർ നമ്മൾ ബാക്ക് സ്റ്റേജ് പ്രവർത്തിക്കും. ഓക്കെ, ബാക്ക് സ്റ്റേജ് പ്രവർത്തിക്കും. അതിനുശേഷം ഫ്രണ്ട് സ്റ്റേജിൻ്റെ അകത്ത് നമ്മൾ നല്ല കാണാൻ ഭംഗിയുള്ള കുറേ വിഗ്രഹങ്ങൾ വയ്ക്കും. ഓക്കെ, ഈ വിഗ്രഹങ്ങളിൽ ആകൃഷ്ടരായ കുറേ ആൾക്കാർ വരും. ഓക്കെ, അതിനുശേഷം ഈ വിഗ്രഹങ്ങളും ബാക്ക് സ്റ്റേജിലുള്ള ചേച്ചിമാരും അണ്ണന്മാരും എല്ലാം കൂടെ ചേർന്ന് ആകൃഷ്ടരായവരെ പിരിയും. ഇതാണ് അവരുടെ യൂണിവേഴ്സ്.
ഇത്രയേ ഉള്ളൂ അവരുടെ യൂണിവേഴ്സ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് മറ്റേ പ്രേമമില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ആകെ ഒന്നേ ഉള്ളു, അത് ഊറ്റലാണ്. അത് വന്ന് വീടുന്നവൻ്റെ നിക്കർ സഹിതം ഊറ്റുക എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിൻ്റെ പ്രത്യേകത. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു അജണ്ടയും അവരെ സംബന്ധിച്ചില്ല. ഊറ്റുക, കിട്ടുന്ന അത്രയെ ഊറ്റിയെടുക്കുക അവൻ്റെ എന്ന്. അപ്പം ആ ഊറ്റല് എങ്ങനെയോ മറ്റേ പൂക്കുറ്റിയുടെ ഊറ്റാൻ നിന്നപ്പോഴത്തേക്ക് സംഭവം റെഡി ആയില്ലെന്ന് തോന്നുന്നു. എവിടെയോ ഒരു സാധനം തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയത് കാരണം എന്ത് പറ്റി? നിങ്ങൾ ഊറ്റാൻ നല്ലാതെ പറ്റാത്ത കാരണം പല സ്ഥലത്തൊന്നും നീ മാത്രം കൊണ്ടുപോയാടി അവനെ ഊറ്റി. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്ക് സ്റ്റേജും വിഗ്രഹങ്ങൾ, അതായത് ഫ്രണ്ട് നിരത്തി വെച്ച വിഗ്രഹങ്ങളുണ്ടല്ലോ, ആ വിഗ്രഹങ്ങളെല്ലാം പൊളിഞ്ഞ്. അതാണ് നിങ്ങളെ യൂണിവേഴ്സ്. നിങ്ങളെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് മറ്റേ കൂലങ്കുഷിതമായ സാധനങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇത് കണക്കുള്ള ഈ ചെറിയ പെങ്കൊച്ചുങ്ങളെ എത്തിച്ച ടീമുകൾ കാണും. അതിപ്പോൾ ഒരു പെങ്കൊച്ചിനെ ഈ ഫിറോസാണ് മറ്റേ ഇത് ചെയ്തതെന്ന് പറയുന്നു. ആ പെൺകുട്ടിയുടെ വോയിസിൻ്റെ അകത്ത് അത് തന്നെയാണുള്ളത്. ഫിറോസിൻ്റെ വോയിസ് അത് തന്നെയുള്ളത്. അതാണ് ആദ്യത്തെ കേസ്. അതാണ് കേസ് ആക്കാനുള്ളത്. അതിനുശേഷം മതി ബാക്കി. നിങ്ങളെ MDMA നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കോപ്പുണ്ടാക്കിയിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പരാതിയായിട്ട് കൊടുക്കായിരുന്നു നിങ്ങൾക്ക്. യവൻ ഇതേ കണക്കൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്, ആ പെൺകുട്ടി ഞങ്ങൾക്കൊരു വോയിസ് തന്നിട്ടുണ്ട്, അത് പോലീസിൽ കൊടുക്കാതെ. അത് നിങ്ങളാരും കൊടുത്തില്ല. നിങ്ങൾ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ കൂടെ വിടുകയും മുക്കി വയ്ക്കുകയും പിന്നെ ഈ ഒരു അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ വിടുകയും ചെയ്തു. അതാണ് നിങ്ങൾ ചെയ്തത്. ഇത് ഇപ്പോഴുള്ള നടന്ന സംഭവമൊന്നും അല്ലല്ലോ ഇത്. ഈ വോയിസ് നിങ്ങളെ കിട്ടിയിട്ടും ഒരുപാട് നാളായിട്ടുണ്ടല്ലോ. അന്നൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ വയ്യ. ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടെ മാത്രം ഇതിങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരെല്ലാം നമ്മളിപ്പോൾ ഈ യൂണിവേഴ്സിലേക്ക് നമ്മളെല്ലാം ഇറങ്ങി നിൽക്കുകയാണല്ലോ. ഇവരെ യൂണിവേഴ്സ് കാണാനായിട്ട് ഒരു പ്രത്യേക യൂണിവേഴ്സാണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. എന്താണ് യൂണിവേഴ്സ് നടക്കുന്നത്. എന്തായാലും യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതെങ്ങനെയൊക്കെ ആയത് കാരണം നമുക്ക് എല്ലാവർക്കും കണ്ടന്റ് കിട്ടുന്നുണ്ട്. കാരണം ഓരോ ദിവസം ഇവര് പുതിയ കണ്ടന്റ് കയറുന്നത്. ദിയാസന മറ്റേ സജിനയെ വിളിക്കുന്നു. ഇന്ന് അത് ഇട്ടേക്കുന്ന സജിന എന്നെ എന്തിനാണ് വിളിച്ചത്? അപ്പൊ ദിയാസനക്ക് ഇനിയിപ്പോ പറയാം, എന്റെ കൈ തട്ടി വന്നതാണ്. കാരണം അതിനുശേഷം സജിനെ അങ്ങോട്ട് കോള് ചെയ്തേക്കുന്നത് കൈ തട്ടി പോയാണെന്ന് സജിന പറഞ്ഞ എന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചേക്കുന്നല്ല, കൈ തട്ടി പോയത്. അതാണ് ദിയാസനക്ക് അവിടെ നിന്ന് ഇടാം. ഞാൻ വിളിച്ചൊന്നുമല്ല, ഞാൻ കൈ തട്ടി വന്നതാണെന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ യൂണിവേഴ്സാണ് ഇപ്പൊ നടക്കുന്നത്. എന്ത് യൂണിവേഴ്സാണ് എന്തോ. എന്തായാലും കൊള്ളാം. നിങ്ങൾ ഇനിയും പിന്നെ അയ്യോ, യൂണിവേഴ്സിൽ വേറെ കുറച്ച് ആൾക്കാരൂടെയാണ്. ഞാൻ ആ ആൾക്കാരെ വിട്ടുപോയി. അതായത് ഈ പ്രത്യേക യൂണിവേഴ്സിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അത് കമൻറ്റോളികളാണ്. ഓക്കെ, ഈ കമൻറ്റോളികൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമൻറ്റോളികൾക്ക് പെട്ടെന്നാണ് ഇവരുടെ സ്വഭാവം മാറുന്നത്. ഈ കമൻറ്റോളികളാണ്. അതായത് ഇപ്പം മറ്റേയാള് കരഞ്ഞുകൊണ്ടൊരു വീഡിയോ, ചേച്ചിയാണ് ശരി, ചേച്ചി ബി സ്ട്രോങ്. ചേച്ചി ചെയ്തേക്കുന്ന എന്തൊക്കെയാണ്? രണ്ട് ഗർഭം അലസി, അതിന് മറ്റവൻ്റെ അടുത്ത് പൈസയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഇട്ടിട്ട് മറ്റേ പൈസ അമിക്കതിന് ശേഷം ചേച്ചി വന്നിരുന്ന് കരയുന്ന. അപ്പോഴത്തേക്ക് ബി സ്ട്രോങ്. അതൊന്ന്. അടുത്ത ആള് ഞാൻ MDMA ഉപയോഗിച്ചിട്ടില്ല, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് എന്നൊക്കെ പറയും. ചേച്ചി ബി സ്ട്രോങ്, ഞങ്ങൾ ചേച്ചിയുടെ കൂടെ ഉണ്ട് എന്ന് പറയും. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ 15 വയസ്സുള്ള കൊച്ചിനെ പൂരത്തെറി വിളിച്ച ടീമാണ്. 15 വയസ്സുള്ള കൊച്ചിനെ, അതിൻ്റെ അമ്മയെ എല്ലാം പൂരത്തെറി.
വിളിച്ച ടീമാണ്. അത് ആ ചേച്ചിയുടെ അടുത്താണ് പറയുന്നത് ബി സ്ട്രോങ്. അപ്പൊ പിന്നെ ആ ചേച്ചി വീണ്ടും എന്ത് ചെയ്ത് അടുത്ത ഉടായ്പായിട്ട് വന്നു, അതായത് ഫോൾസ് ഡോക്യുമെന്റ് എഴുതി ചേർത്ത സാധനമായിട്ട്. അപ്പോഴത്തേക്കും മറ്റേ അവിടെ പോയിട്ട് പറഞ്ഞു ചേച്ചി ഇത് ഉടായ്പാണ് ചേച്ചി, അത് ഉടായ്പാണ് ചേച്ചി, അങ്ങനെ പറഞ്ഞു. ഉടനെ തന്നെ ചേച്ചി വൈകിട്ടായപ്പോഴേ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, സജിനയാണ് എല്ലാം ചെയ്തത്, സജിനയാണ്. അപ്പോൾ ഉടനെ കമന്റ് വള്ളികൾ അവിടെ ചെന്നിട്ട് ബി സ്ട്രോങ് ചേച്ചി, ബി സ്ട്രോങ്, ഞങ്ങൾ കൂടെ ഉണ്ട്, ചേച്ചി ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. കാരണം ഇതിനൊക്കൊന്നും മറ്റേ ചിന്തിക്കാനുള്ള കഴിവില്ല, ഈ ബുദ്ധി കൊടുത്തിട്ടില്ല. ആ സ്പോട്ടിൽ അവർ പറയുന്നത് എന്താണോ അതനുസരിച്ച് കമന്റ് ഇടാൻ മാത്രമേ അറിയാവൂ. അല്ല നേരത്തെ ഇവരെ കുറിച്ചുള്ള കാര്യം നേരത്തെ ചിന്തിച്ചു വെക്കാനുള്ള, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ്, ഇവർ ഈ പറയുന്ന ഉടായ്പാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത കുറേ എണ്ണം ഉണ്ട്. അതുങ്ങൾ പോയി കിടന്ന് ഇതേ കണക്കത്തെ കമന്റ് ഇടുന്നത് സത്യമായിട്ട് ചിരി വരും. ഞാൻ ഇതിന്റെ ഇവര് പറയുന്ന കാട്ടി നോക്കാനുള്ള നമ്മൾ ഈ കമന്റ് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ കാര്യം അറിയാൻ പറ്റും, കാരണം ഇതെങ്ങനെയാണ് പോണേന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന്റെ കമന്റുകളൊക്കെ നോക്കാറുണ്ട്, ഇവരുടെ മിക്കവാറുള്ള അക്കൗണ്ടൊക്കെ ഞാൻ പോയി കമന്റ് ഒക്കെ നോക്കാറുണ്ട്. പിന്നെ ദിയാസനെ മറ്റേ ഒരു വീഡിയോ ഇട്ട് മറ്റെന്താണ് നമ്മളെ വൃദ്ധസദനത്തിൽ പോയി മറ്റേ എഴുതിയിട്ട് പുതിയ സാധനം എഴുതി ചേർത്ത ജലീലൊക്കെ ആയിട്ടുള്ള വീഡിയോയുടെ താഴെ ഞാൻ പോയി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് ഉടായിപ്പാണ്, ഇത് കണക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഉടനെ അന്നാ ചേച്ചി എന്ത് ചെയ്ത് എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്ത്. പിന്നെ നോക്കിയപ്പോ നാട്ടുകാർ മൊത്തം തന്നെ അറിയുന്നതിൻ്റെ അകത്ത്. അപ്പൊ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതുവരെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഇന്നൊന്ന് ബ്ലോക്ക് ചെയ്യണം കേട്ടോ. ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചോ. ഞാൻ നജീബിക്കയുടെ അടുത്ത് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഓൾറെഡി. നജീബിക്ക ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇതിട്ട്, നജീബിക്ക അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നജീബിക്ക എന്തായാലും പറഞ്ഞാണോ നിങ്ങളുടെ അടുത്ത്? നജീബിക്ക നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നജീബിക്ക ദിയാസന ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല, ദിയാസന ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നജീബിക്ക എങ്ങനെയുണ്ടോ പറയുന്നു, എനിക്ക് അറിഞ്ഞൂടാ. നജീബിക്ക അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരിക്കും, അതുകൊണ്ട് ചിലപ്പോൾ നജീബിക്ക ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞായിരിക്കും ദിയാസന ചേച്ചിയും ഇങ്ങനെയുള്ള MDMA ഒന്നും ഉപയോഗിക്കത്തില്ല എന്നുള്ള പറഞ്ഞായിരിക്കും. കുഴപ്പമില്ല. അപ്പോൾ പോട്ടെ. സജനയും പൂക്കുറ്റിയും ഡേയും മറ്റേ എന്താണ് 3 കോടി കഥ, 40 ലക്ഷത്തിന്റെ കഥ, പിന്നെ പുതിയ യൂണിവേഴ്സിറ്റി പുതുതായിട്ട് വന്നേക്കുന്ന വേറെ ആരുണ്ടൊക്കെ അവരാരൊക്കെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ ആ കഥ, ആ കഥകളൊക്കെ മാറ്റി വയ്ക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് വേണ്ടുന്നത് ഫിറോസിനെതിരെ പോക്സോ കേസ് എന്തുകൊണ്ട് ഇതുവരെ രജിസ്റ്റർ ആയില്ല എന്നുള്ളത് മാത്രമാണ് കൺസേൺ. എന്തുകൊണ്ട് അത് ആവുന്നില്ല? പൂക്കുറ്റിക്ക് മറ്റേ ഇൻഫ്ലുവൻസ് ഉണ്ട്, മാറ്റമുണ്ട്, മറിച്ചുണ്ട്, തേങ്ങ ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാധനത്തിന് പൂക്കുറ്റിക്ക് കൊണ്ട് പോലും ഫിറോസിന്റെ ഒരു കേസ് കൊടുക്കാൻ പറ്റിയില്ല, ഒരു പരാതി പോലും കൊടുക്കാൻ പറ്റിയില്ല. ഇതേ കണക്ക് ചെയ്തിട്ടുണ്ട് സാർ, എൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞ്. അപ്പൊ പൂക്കുറ്റിക്കൊക്കെ പിന്നെ എന്ത് ഇതാണുള്ളത്, ഇൻഫ്ലുവൻസ് ആണുള്ളതെന്ന് പറയുന്നത്. ദിയാസന പറയുന്നത് പൂക്കുറ്റിക്ക് ഈ നാട്ടിലുള്ള മൊത്തം ക്ലിനിക്കും എല്ലാത്തിൻ്റെ അകത്ത് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്, ഞാൻ ഇവിടെ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവസാനം MDMA കാര്യമായി പോകും, അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള പൂക്കുറ്റിക്ക് ഒരു കേസ് കൊടുക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. കേസ് കൊടുക്കണ്ടേ, പരാതി ഇതാണ് സാർ, ഞാൻ ഇങ്ങനെയൊന്നും അറിയുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള, സാർ ഈ എന്താണ് നടപടി എന്നുള്ള പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും പോക്സോ കേസ് ഫിറോസിനെതിരെ രജിസ്റ്റർ ആവട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് പോസ്കോ കേസിൽ അണ്ണൻ അകത്ത് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ അതിൻ്റെ മാത്രമല്ല, ഈ ഇതിൻ്റെ അകത്ത് വേറൊരു നിയമം കൂടെ ഉണ്ടല്ലോ പോക്സോയിൽ. അത് നമ്മൾ ഇത് കണക്കൊരു കുറ്റം അറിഞ്ഞു, നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും പോലീസിനെ അറിയിക്കാതെ നമ്മൾ വീണ്ടും വേറെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെതിരെ കേസ് വരും.
ഓക്കെ. അപ്പം അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിൽ ഒന്നാം പ്രതി ആവേണ്ടത് സജിന, കൂട്ടുപ്രതി ആവേണ്ടത് ദിയാസന, പിന്നെ പിന്നെ ദിയേസനയും പിന്നെ സജിനയോട് പിടിച്ചാൽ മതി, ബാക്കിയുള്ള അവർ പറഞ്ഞോളും. വേറെ ആർക്കൊക്കെ ഈ വോയിസ് ഞങ്ങൾ അയച്ചിട്ടുണ്ടെന്നുള്ള അവർ പറഞ്ഞോളും. അപ്പം അവരെല്ലാവരും പ്രതിയാക്കുക. കാരണം ഇവരാരും തന്നെ ഈ ഒരു വോയിസ് ക്ലിപ്പ് കൈ കിട്ടിയതിന് ശേഷം മിണ്ടാതിരിക്കരുത്. പോലീസിൽ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ ഉണ്ട്, ഇതിലൊന്നും അറിയിച്ചിട്ടില്ല. എല്ലാവരും വായിൽ നല്ല ഉഗ്രം പഴവും തിരികി അങ്ങോട്ട് ഇരുന്നിട്ട് ഇപ്പം വന്നിട്ട് പറയും ഞങ്ങൾ സ്ത്രീകളുടെ അതാണ്, ഞങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ സാമൂഹിക കോപ്പാണ് എന്നൊക്കെ പറയും. നിങ്ങളൊന്നുമല്ല. നിങ്ങളൊക്കെ കുറെ ഇതേണക്കത്തെ യൂണിവേഴ്സിലുള്ള കുറെ ടീം ഈ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്തുകൂടാന്ന് പറയുന്ന സാധനങ്ങൾ മൊത്തവും ചെയ്ത് ഉടായ്പകൾ എന്ന് നമ്മൾ പറയും. ഈ സമൂഹത്തിലുള്ള ആൾക്കാർ ഉടായ്പ എന്ന് പറയും. നിങ്ങളെ യൂണിവേഴ്സിൽ അതിൽ ദിവ്യമായ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാക്കായിരിക്കും. കാരണം നിങ്ങളെ യൂണിവേഴ്സിൽ ഉടായ്പ എന്ന് പറഞ്ഞ വാക്കേ ഇല്ല. ഓക്കെ. അപ്പം അങ്ങനെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നിങ്ങൾ. അല്ല, നിങ്ങൾക്ക് സാമൂഹിക ബോധം ഇല്ല, നിങ്ങൾക്ക് മറ്റില്ല. ഞാൻ ബാക്കിയുള്ള പണ്ടത്തെ കേസൊക്കെ എടുത്തിടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതിനും കാട്ടി മോശമായിരിക്കും കേട്ടോ. അതുകൊണ്ട് അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. പണ്ട് മറ്റേ വേറെ കേസുകളൊക്കെ ഉണ്ട്, അപ്പം ആ കേസോട്ട് ഞാൻ എടുത്തിടുന്നില്ല. പിന്നെ ഇവർ പലരും ഈ MDMA ഉപയോഗിച്ചില്ല എന്ന് പറയാൻ നേരത്ത് ഉപയോഗിച്ചെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഇവരിത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നറിയുന്ന ചില ആൾക്കാരുണ്ട്. ഓക്കെ. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ പേരുകൾ, ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവരവിടെ വന്നിട്ടുണ്ട്, ഇവരെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ചില ആൾക്കാരുടെ പേരുകൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിടാം. ഇവിടെ ഞാൻ പറയുന്നില്ല, പറയാണെങ്കിൽ എഴുതിയിടാം. എനിക്ക് പേരൊക്കെ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് പേര് മറന്നേ പോയി. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എഴുതിയിടും ആരൊക്കെയാണ് നമ്മുടെ ചില ഇപ്പം ഈ ചില MDMA കേസ് പ്രതിപാദിക്കുന്ന ആൾക്കാരുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ സപ്ലൈ കൊടുത്ത് ഇവർ ഉപയോഗിച്ച അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരുകൾ മാത്രം നമ്മൾ എഴുതിയിടാം. അവരെയൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, ഇപ്പം അവരൊന്നും ഇവിടെ ഇല്ല, അതാണ് അറിയായിരിക്കും. പക്ഷെ അപ്പോൾ എന്തായാലും ബൈ. അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം, ഇതിൻ്റെ കൂടുതൽ സാധനങ്ങൾ. കാരണം ഈ യൂണിവേഴ്സിൻ്റെ അകത്ത് ഇനിയും കുറേ ഉടായ്പകളുണ്ട്. ആ ഉടായ്പ നമുക്കിങ്ങനെ ചകഞ്ഞിങ്ങനെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ബൈ.